നമ്മൾ ഇനി നേരെ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. നമ്മളെല്ലാവരും കണ്ട കാര്യമാണ് ഈ ഒരു ഹരിയാന കോഴ കേസിനെ കുറിച്ച് ആരോട് ചോദിച്ചാലും, ഏത് കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിച്ചാലും അവർ അതിനോട് പെരുമാറുന്നത് വളരെയധികം നിഷേധാത്മകമായിട്ടാണ്. ഇന്നലെ അതിന് സമാനമായ ഒരു സംഭവം ഇന്നലെ കെ.സി. വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. കെ.സി. വേണുഗോപാൽ അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിനോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ച നമ്മളുടെ പ്രതിനിധി അഖിൽ ടി.എസിനോട് അവിടെ അടുത്തുണ്ടായിരുന്ന UDF പ്രവർത്തകർ വളരെ പെട്ടെന്ന് പ്രകോപിതരായി കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അഖിൽ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. അഖിൽ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഇതുപോലെ ഒരു മോശമായ അനുഭവം അവിടെ നിന്നും ഉണ്ടായിട്ടുണ്ട്, അവിടുത്തെ UDF പ്രവർത്തകരിൽ നിന്നും. ഇന്നിപ്പോൾ ഇതാ KUWG അതിനോട് വളരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്? എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? സിന്ധൂരി, ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ സംഭവം നടക്കുന്നത്. ഉടുമ്പൻചോല മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ സേനാപതി വേണുവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ കെ.സി. വേണുഗോപാൽ ഇടുക്കി ജില്ലയിലെത്തുന്നത്, രാജകുമാരിയിൽ ഇന്നലെ അദ്ദേഹം സേനാപതി വേണുവിനായുള്ള പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നു. പൊതുയോഗത്തിന് ശേഷം മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ബൈറ്റ് ചോദിക്കുന്നു. അദ്ദേഹം ബൈറ്റ് തരുന്നു. ബൈറ്റ് തന്ന ബൈറ്റിലെല്ലാം വയനാട് വീടുകളുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാരിനെ പഴിചാരി പെരും നുണകളാണെന്ന് പലവട്ടം തെളിയിക്കപ്പെട്ടിട്ടും സർക്കാരിനെ പഴിചാരിയുള്ള മറുപടികളായിരുന്നു കെ.സി. വേണുഗോപാലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. സർക്കാർ ഭൂമി നൽകാത്തത് കൊണ്ടാണ് വീടുകളുടെ നിർമ്മാണം താമസിച്ചെന്ന തരത്തിൽ വീണ്ടും നുണകൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അത്തരത്തിൽ സർക്കാരിനെ പഴിചാരി എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞു പോകവെയാണ് കൈരളിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു ചോദ്യം ഉണ്ടാകുന്നത്. ഹരിയാന കോഴ കേസിൽ താങ്കളും ആരോപണ വിധേയനാണല്ലോ, 75 ലക്ഷം രൂപ താങ്കൾ വാങ്ങിയെന്ന് പരാതിക്കാരനായ ഗൗരവ് കുമാർ പറയുന്നു. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ ബൈറ്റ് കൊടുക്കുന്നത് നിർത്തി തിരികെ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം നമ്മളോട് തന്നെ പറയുന്നു, കൈരളിക്ക് മാത്രം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുള്ളൂ, രാവിലെ ഇതിന് മറുപടി നൽകിയിരുന്നു എന്ന് പറയുന്നു. അത് കഴിയുമ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തന്നെ PA ആയ അനസ് അലി 3 ലക്ഷം രൂപ അക്കൗണ്ടിൽ വാങ്ങി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും വാട്സപ്പ് ചാറ്റുകളും അടക്കം പരാതിക്കാരനായ ഗൗരവ് കുമാർ പുറത്തുവിട്ടിരുന്നു. ഇത് കൈരളി ന്യൂസാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ഇതിൽ അനസ് അലിക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അനസ് അലിയെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയുണ്ടായി. ഈ കാര്യം കെ.സി. വേണുഗോപാൽ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിക്കുന്ന തലം വരെ ഉണ്ടായി. അതെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ്. ഈ അനസ് അലിയെ മാറ്റിയതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം അത് ഞങ്ങളുടെ ഉള്ളിലെ കാര്യമല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം നടന്ന് മുൻപോട്ട് നീങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ അവിടെ കൂടി നിന്ന UDF പ്രവർത്തകർ കൈരളിക്ക് നേരെ തിരിയുന്നത്. കൈരളിക്ക് മാത്രമാണ് ഇത്തരം ചോദ്യങ്ങളുള്ളത്, കൈരളിക്ക് മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങളുള്ളത് എന്ന രീതിയിൽ കൈരളിയുടെ റിപ്പോർട്ടർ ചോദ്യം ചോദിച്ച് ഞാനടക്കം ആളുകളിലേക്ക് ഇവർ തിരിയുന്നു. മറ്റു മാധ്യമങ്ങളും നമ്മളോടൊപ്പം ചേരുന്നു. മറ്റു മാധ്യമങ്ങളും ചേർന്ന് വലിയ രീതിയിലുള്ള തർക്കത്തിലേക്ക് വഴിവെക്കുന്നു. ഈ സമയം കെ.സി. വേണുഗോപാൽ പരിസരത്ത് കാറിൽ തന്നെയുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത പോയിന്റിലേക്ക് കടന്നു പോകുന്നതിനായുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അദ്ദേഹം അവിടെ തന്നെയുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിൽ മൈക്കിൽ കൂടെ പലതവണ അനൗൺസ് ചെയ്യുന്നുണ്ട്. സ്ഥാനാർത്ഥി കൂടിയായ സേനാപതി വേണു അനൗൺസ് ചെയ്യുന്നു. മാധ്യമപ്രവർത്തകരുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുക. എന്നാൽ ഇതൊന്നും കേട്ട് മാറി പോകാനോ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് രൂക്ഷമായി പ്രതികരിക്കാതിരിക്കാനോ ഒന്നും UDF പ്രവർത്തകർ തയ്യാറാകുന്നില്ല. അതായത് ചോദിക്കുന്ന ചോദ്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ അക്രമ സ്വഭാവത്തിലൂടെ ഇല്ലാതാക്കുക, ഇനി ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള നിലയായിരുന്നു UDF പ്രവർത്തകർ സ്വീകരിച്ചത്. വലിയ രീതിയിലുള്ള ഉന്തും തള്ളിലേക്ക് സംഘർഷത്തിലേക്കും അവിടെ വഴിവെക്കുന്നു. വലിയ രീതിയിലുള്ള ബഹളങ്ങൾ ഉണ്ടാകുന്നു. ഇതിനിടയിൽ DCC പ്രസിഡന്റ് CP മാത്യു അടക്കമുള്ള നേതാക്കൾ അവിടേക്ക് എത്തുന്നു. ആ നേതാക്കളെ ആരെയും അംഗീകരിക്കാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല. അതായത് ചോദ്യം ചോദിച്ച ആളുകളുടെ ചോദ്യം ചോദിക്കൽ നിർത്തണം എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ പ്രകോപനപരമായി UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇടപെടുന്നു. ഇത്തരത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെ ഇല്ലാതാക്കാനുള്ള നടപടിക്രമങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഓരോ പൊതുയോഗങ്ങളിലും. ശരി, അഖിൽ പറഞ്ഞതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ എത്ര തടഞ്ഞാലും കൈരളി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും.